രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും പവിത്രമായിരിക്കുന്ന ഈ ഇതിഹാസകാവ്യം നമുക്ക് കനിഞ്ഞ് അരുളിയ വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങൾ എന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. വാൽമീകി രാമായണത്തിന്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയായി. അയോധ്യാകാന്ഡത്തിലെ 40ാമത് സർഗത്തിലാണ് ഇന്നലെ നാം നമ്മുടെ ചർച്ച സമ്പൂർണമാക്കുന്നത്. 40ാമത് സർഗത്തില് രാമനും സീതയും ലക്ഷ്മണനും തൊഴുകയോടുകൂടിയിട്ട് പിതാവിനെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മമാരെ പ്രദക്ഷിണം ചെയ്യുന്നു. കാനനത്തിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളാണിത്. ലക്ഷ്മണകുമാരൻ കൗസല്യയെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് സുമിത്രയുടെ സമീപത്തെത്തിയിട്ട് സുമിത്രയെ തൊഴുതുകൊണ്ട് നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്യുമ്പോൾ സുമിത്ര ലക്ഷ്മണനെ മുറുകെ പുണർന്ന് ലക്ഷ്മണന്റെ ശിരസില് മൂർധാവില് മുകർന്ന് ലക്ഷ്മണനെ അനുഗ്രഹിച്ചുകൊണ്ട് ലക്ഷ്മണന്റെ ഈ തീരുമാനം, രാമനെയും സീതയെയും വനത്തിലേക്ക് അനുഗമിക്കാനുള്ള ഈ തീരുമാനം അങ്ങേയറ്റം ശ്രേയസ്കരമാണ്. അത് ഇക്ഷ്വാകുക്കളുടെ പാരമ്പര്യത്തെ അങ്ങേയറ്റം ആദരവോടുകൂടിയിട്ട് നിലനിർത്തുന്നതാണ് എന്നെല്ലാം അനുഗ്രഹപൂർവകമായിട്ട് പറയുന്നത് നാം കേട്ടു. തുടർന്നാണ് ഈ രാമായണത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഉപദേശം ശ്ലോകരൂപത്തില് സുമിത്ര ലക്ഷ്മണനോട് പറയുന്നത്. ഭാരതീയ സംസ്കൃതിയെ ഭംഗിയായിട്ട് അടുത്തറിയാൻ പ്രയോജനപ്പെടുന്നതായ ശ്ലോകമാണിത്. അതുകൊണ്ട് രാമായണത്തിലെ സകല ശ്ലോകങ്ങളിലും വച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഭക്തജനങ്ങളും പണ്ഡിതന്മാരും എല്ലാം ഈ ശ്ലോകത്തെ വിലയിരുത്താറുണ്ട്. കഴിഞ്ഞ ദിവസം ആ ശ്ലോകത്തിന്റെ 2 അർത്ഥങ്ങൾ പറഞ്ഞിരുന്നു. അനേകം അർത്ഥങ്ങളോട് കൂടിയതാണത്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛ താത യഥാസുഖം. അല്ലയോ കുഞ്ഞെ, നീ രാമനെയും ദശരഥനെയും അറിയണം, സീതയെയും അതേപോലെ തന്നെ എന്നെയും നിന്റെ അമ്മയായ എന്നെയും നന്നായി അറിയണം, അയോധ്യയെയും കാനനത്തെയും നന്നായി അറിയണം. അതറിഞ്ഞുകൊണ്ട് അല്ലയോ കുഞ്ഞെ,
നിന്റെ ഈ ഉറച്ചതായ തീരുമാനത്തെ സസന്തോഷം നീ പിന്തുടർന്നു കൊള്ളുക. രാമൻ ദശരഥനാണ് എന്നറിയണം. അതാണ് അതിന്റെ അടുത്ത അർത്ഥം. ദശരഥൻ ലക്ഷ്മണന് പിതാവാണ്. ശ്രീരാമചന്ദ്രൻ ദശരഥൻ തന്നെയാണ് എന്നറിഞ്ഞുകൊള്ളണം, നിന്റെ അച്ഛനാണ് എന്നറിഞ്ഞുകൊള്ളണം. അതേപോലെ സീതാദേവി നിന്റെ അമ്മയാണ് എന്നറിഞ്ഞുകൊള്ളണം. മാം വിദ്ധി ജനകാത്മജാം, ജനകനന്ദിനിയായ സീത ഞാനാണ് എന്നറിഞ്ഞുകൊള്ളണം, നിന്റെ അമ്മയാണ് എന്നറിഞ്ഞുകൊള്ളണം. നിന്റെ അച്ഛനായ രാമനും നിന്റെ അമ്മയായ സീതയും ഏതൊരു കാനനത്തിലാണോ വസിക്കുന്നത് ആ കാനനം അയോധ്യയാണ് എന്നറിയണം. അല്ലയോ കുഞ്ഞെ, നിന്റെ അച്ഛനായ രാമനോടും നിന്റെ അമ്മയായ സീതയോടുമൊപ്പം അവർ വസിക്കുന്ന ആ അയോധ്യയിലേക്ക് സസന്തോഷം പൊയ്ക്കൊള്ളുക, അവരെ സേവിക്കുക. ഇത് അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം. ഭാരതീയ സംസ്കാരത്തിന്റെ പവിത്രത നമുക്കിവിടെ നേരിട്ട് കാണാം. ജ്യേഷ്ഠൻ അച്ഛന്റെ സ്ഥാനവും ജ്യേഷ്ഠത്തിക്ക് അമ്മയുടെ സ്ഥാനവും നൽകി ആദരിക്കുന്ന, അനുജന് മകന്റെ സ്ഥാനവും അതേപോലെ തന്നെ അനുജത്തിക്ക് മകളുടെ സ്ഥാനവും നൽകി ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന ഭാരതത്തിന്റെ ആ കുടുംബ ബന്ധത്തിന്റെ സംസ്കൃതിയുടെയും മഹത്വം നമുക്ക് ഈ വാക്കുകളിൽ നേരിട്ട് കേൾക്കാം. ഇനിയോ രാമം ദശരഥം വിദ്ധി, രാമനെ നീ ദശരഥൻ എന്നറിഞ്ഞുകൊള്ളണം. ആരാ ദശരഥൻ? 10 ദിക്കുകളിലേക്കും ഒരേ സമയം രഥത്തെ ഓടിക്കുന്നവൻ, അതാണ് ദശരഥൻ. 10 ദിക്കുകളിലേക്കും ആർക്കാണ് തന്റെ രഥത്തെ, തന്റെ വാഹനത്തെ ചലിപ്പിക്കാനാവുക? അത് പരമാത്മാവിന് മാത്രമേ പറ്റൂ. 10 ദിക്കുകളിലും ആരാണോ നിറഞ്ഞു നിൽക്കുന്നത് ആ ആളിന് മാത്രമേ പറ്റൂ. രാമൻ 10 ദിക്കുകളിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് എന്നർത്ഥം. രാമം ദശരഥം വിദ്ധി, 10 ദിക്കുകളിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് രാമൻ, സർവത്ര നിറഞ്ഞു നിൽക്കുന്നവനാണ് രാമൻ. ആരാ സർവത്ര നിറഞ്ഞു നിൽക്കുന്നത്? നിർഗുണ നിരാകാര ബ്രഹ്മം. കാലത്തിനതീതമായി, ദേശത്തിനതീതമായി, ഈ കാണായ ജഗത്തിന് മുഴുവൻ ആധാരമായി, യാതൊരു മാറ്റവും കൂടാതെ, ഒന്നിലും പുരളാതെ, അതേസമയം എല്ലാം കണ്ടുകൊണ്ട് എല്ലാത്തിനും സാക്ഷി മാത്രമായി വിളങ്ങുന്ന ജ്ഞാനസ്വരൂപം, ആനന്ദസ്വരൂപം, അതാണ് പരമാത്മാവ്. രാമൻ പരമാത്മാവാണ് എന്നറിയണം. മാം വിദ്ധി ജനകാത്മജാം, ജനകനന്ദിനിയായിരിക്കുന്ന സീതയെ, ലോകത്തിന് മുഴുവൻ മാതാവായിരിക്കുന്ന മൂലപ്രകൃതിയാണ് എന്നറിയണം. മാം വിദ്ധി, മൂലപ്രകൃതിയാണ് സീത എന്നറിയണം. പരമാത്മാവിന്റെ തന്നെ ശക്തി ചൈതന്യമാണ് മൂലപ്രകൃതി. പരമാത്മാവ് എപ്പോഴാണോ ആ മൂലപ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്നത്, അപ്പോൾ ആ മൂലപ്രകൃതിയിൽ നിന്ന് പരമാത്മ പ്രേരണയാൽ ഇക്കാണായ ജഗത്ത് മുഴുവൻ ഉണ്ടാകുന്നു, പ്രവർത്തിക്കുന്നു, നിലനിൽക്കുന്നു, തിരിച്ചു ലയിക്കുന്നു. ഇങ്ങനെ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയും നിലനിർത്തിയും പ്രവർത്തിപ്പിച്ചും ഒക്കെ പരമാത്മാവിന്റെ സേവനത്തെ അനുഷ്ഠിക്കുന്ന പരമാത്മ ചൈതന്യം തന്നെയായിരിക്കുന്ന, പരമാത്മാവിൽ നിന്നിട്ട് വേറെയാണെന്നോ പരമാത്മാവിൽ നിന്നിട്ട് വേറെ അല്ലെന്നോ നമുക്ക് പറയാൻ കഴിയാത്ത അദ്ഭുത സ്വരൂപിണിയായിരിക്കുന്ന മൂലപ്രകൃതിയാണ് സീതാദേവി എന്നറിയണം. ഈ ജഗത്ത് പരമാത്മാവിന്റെയും മൂലപ്രകൃതിയുടെയും അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ജഗത്തിലെല്ലാം പരമാത്മാവിൽ നിന്നുണ്ടായതാണ്, മൂലപ്രകൃതിയിലൂടെ. അതല്ലാതെ ജഗത്തിൽ യാതൊന്നും തന്നെയില്ല. ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട് നാം കാണുന്നതെല്ലാം ആ പരമാത്മാവിന്റെയും മൂലപ്രകൃതിയുടെയും അനുഗ്രഹം മാത്രം. അങ്ങനെ ആ പരമാത്മാവും മൂലപ്രകൃതിയും നിറഞ്ഞു നിൽക്കുന്ന ഈ ജഗത്തിലും, ജഗത്തിന് അതീതമായിരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപത്തിലും അതിനെ അറിഞ്ഞുകൊണ്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മസ്വരൂപരായിട്ട്
ആ പരമാത്മ ആനന്ദത്തെയും ജ്ഞാനത്തെയും അനുഭവിക്കുന്ന ഋഷിമാർ, ആ ഋഷിമാർ നിറഞ്ഞ അയോധ്യയാണ് കാട് എന്നറിഞ്ഞുകൊള്ളണം. അയോധ്യാം അടവീം വിധി. ബ്രഹ്മജ്ഞാനം നേടിയവരായ ഋഷിമാരെ കൊണ്ട് നിറഞ്ഞ കാടാണ്, തപസ്സിമാരെ കൊണ്ട് നിറഞ്ഞ തപോവനമാണ് അയോധ്യ എന്നറിയണം. ആർക്കും കടന്ന് ആക്രമിക്കാൻ കഴിയാത്തതായ ഇടം, പരമാത്മസ്ഥാനം. ആ പരമാത്മാവ് ബ്രഹ്മസ്വരൂപരായിരിക്കുന്ന മഹാജ്ഞാനികളാൽ നിറഞ്ഞത്. അങ്ങനെ അവർ വസിക്കുന്നതായ ആ അയോധ്യയിലേക്ക് അല്ലയോ ലക്ഷ്മണകുമാര, നീ യഥാസുഖം പൊയ്ക്കൊള്ളൂ. രാമം ദശരഥം വിധി. രാമൻ ദശരഥനാണ് എന്ന് അറിഞ്ഞുകൊള്ളൂ. 10 ദിക്കുകളിലേക്കും തേരോടിക്കുന്നവൻ, 10 ദിക്കുകളിലേക്കും ഒരേ സമയം യാത്ര ചെയ്യുന്നവൻ. ആരാത്? ഭഗവാൻ വിഷ്ണു. ഗരുഡന്റെ പുറത്ത് ഏറി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവൻ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ മഹാവിഷ്ണു. രാമൻ മഹാവിഷ്ണുവാണ് എന്നറിയണം. അതാണ് രാമം ദശരഥം വിധി. മഹാവിഷ്ണു, വിഷ്ണു ധാതുവിൽ നിന്നിട്ടാണ് വിഷ്ണു ശബ്ദം ഉണ്ടാവുക. വിഷ്ണു ധാതുവിന് വ്യാപ്തോ എന്നാണ് അർത്ഥം, വ്യാപ്തിയിലാണ് അർത്ഥം. സർവത്ര വ്യാപിക്കുക എന്നുള്ളതിലാണ് വിഷ്ണു ധാതുവിന്റെ അർത്ഥം. അങ്ങനെ എങ്ങും വ്യാപിക്കുന്നവൻ, വ്യാപിച്ചു നിൽക്കുന്നവൻ, അതാണ് വിഷ്ണു. എങ്ങും വ്യാപിച്ചു നിൽക്കുന്നവൻ എന്ന് ദശരഥ ശബ്ദത്തിന് വ്യംഗ്യമായിരിക്കുന്ന അർത്ഥം.